നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ 27-നാണ് വയനാട് മുൻ DCC ട്രഷററായിരുന്ന NM വിജയനും അദ്ദേഹത്തിന്റെ മകൻ ജിജേഷും മരിക്കുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് മൂലം അന്തരിച്ചത്. ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് വയനാട് MP പോലും അവിടത്തേക്ക് എത്തിയത്. കേരളത്തിലെ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത് ഒരു വൻ പ്രതിസന്ധി തന്നെയല്ലേ? കേരളത്തിലെ ഇന്ന് കോൺഗ്രസ് അനുഭവിക്കുന്നതും അഭിമുഖീകരിക്കുന്നതും കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുമൊക്കെ ഇന്ന് വല്ലാത്ത ഒരു ആശങ്കയാണ്. കാരണം 2026 തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഈ തൊട്ടടുത്ത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോലും ഇതുവരെ തയ്യാറാകാൻ അല്ലെങ്കിൽ ഒരുക്കങ്ങൾ നടത്താൻ കോൺഗ്രസിനായിട്ടില്ല. ഒന്നാമത് പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്ന് ഇലക്ഷൻ വന്ന് മത്സരിച്ചു, നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു, പാർലമെന്റിലേക്ക് പോയി. അവരുടെ മണ്ഡലത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ടായി. ഇപ്പോൾ കടുവ ആക്രമണത്തിൽ മരിച്ച ഒരു കർഷക സ്ത്രീ മരിച്ചു. അപ്പോൾ ഇതിനു പോലും അവർ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇവിടെ എത്തിയത്. ഒരു MP എന്നുള്ള നിലയിൽ അവർക്ക് ഒരുപാട് ചുമതലകളുണ്ട്. മണ്ഡലത്തിൽ ശ്രദ്ധിക്കേണ്ട കടമയുണ്ട് അവർക്ക്. മണ്ഡലത്തിലെ ഓരോ വിഷയങ്ങളും, അത് മറ്റുള്ള MP-മാരൊക്കെ ചെയ്യുന്നത് എന്താ, ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വരുന്ന ഭാവിയിലെ പ്രധാനമന്ത്രി എന്നുള്ള വിശേഷണമാണ് അവർക്ക് ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്തത്. അവർക്ക് ആ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ അവിടെ DCC വൈസ് പ്രസിഡന്റ് വിജയന്റെ മകനും ഒക്കെ ആത്മഹത്യ ചെയ്തതിൽ അവരുടെ ആത്മഹത്യാ കുറിപ്പിൽ തന്നെ അവിടുത്തെ MLA ഉൾപ്പെടെ, അവിടുത്തെ DCC പ്രസിഡന്റും മുൻ DCC പ്രസിഡന്റും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും എന്ത് നടപടിയാണ് എടുത്തത്? പോലീസ് ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്തു, വിട്ടയച്ചു. ഈ കേസിന്റെ ഭാവി എന്താണ്? യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള കൊള്ളകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം കണ്ടില്ലെന്ന് നടിക്കുന്നത്. ആ MLA ഇവിടെ PP ദിവ്യ, നമുക്കറിയാം, PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവർ രാജിവെക്കാനുണ്ടായ സാഹചര്യവും ADM ആയിരുന്ന നവീൻ ബാബു മരിക്കാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ലൈവായി സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതേ സാഹചര്യം, അതിലും വലിയ സാഹചര്യമാണ് വയനാട്ടിലുണ്ടായത്. കാരണം വ്യക്തമായി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടാണ് അവർ മരിച്ചത്. മുഖ്യധാര മാധ്യമങ്ങളടക്കം ഇതിനെ സില്ലിയായി കാണുന്നു എന്നുള്ളൊരു പരാമർശം വരുന്നുണ്ട്. മുഖ്യധാര മാധ്യമങ്ങള് അതിന് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. അത് PP ദിവ്യയുടെ വിഷയത്തിൽ, നവീൻ ബാബുവിന്റെ വിഷയത്തിൽ കൊടുത്ത ഒരു പ്രാധാന്യം ഇക്കാര്യത്തിൽ കണ്ടില്ല. അത് സോഷ്യൽ മീഡിയയിലും അത് തന്നെ, ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളിലും എല്ലാം അതാണ് സംഭവിച്ചത്. അങ്ങനെ ഇവരുടെ മരണത്തില്, നവീൻ ബാബുവിന്റെ മരണവും ഇവരുടെ ഈ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ മാധ്യമങ്ങളിലെല്ലാം വന്നത്. അതിന് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. ദിവ്യ ഒരു ജനപ്രതിനിധിയായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതുപോലെ ജനപ്രതിനിധിയാണ് ഇതിലെയും പ്രതി. വയനാട്ടിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും ഇതിപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിനെ പ്രതികൂലമായി തന്നെ കോൺഗ്രസിനെ ബാധിക്കുകയില്ല? ഉറപ്പായിട്ടും ബാധിക്കേണ്ടതാണ്. കാരണം അവിടെ പ്രബുദ്ധരായ ജനങ്ങളാണ് അവിടുത്തെ വോട്ടർമാർ. അവരത് മാറി ചിന്തിക്കാൻ അവർക്കൊരു അവസരമാണ്.